ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴയിൽ ഓണക്കുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓണക്കുറ എന്ന് പറയുമ്പോൾ ഇത് പാമ്പാക്കുട പഞ്ചായത്തിലാണ്. അപ്പോൾ അവിടെ ഒരു കോഴി ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോയിലർ ചിക്കൻ അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് വളർത്തി കൊടുക്കുന്ന ഒരു ഫാമാണ്. അപ്പോൾ നമുക്ക് ആ ഫാമിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ രീതികളെ പറ്റിയിട്ട് നമുക്ക് അവൻ്റെ ഓണറായ ശ്രീ റെജി ചേട്ടനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ. എൻ്റെ പേര് റെജി എന്നാണ്. ഓണക്കൂർ പാമ്പാക്കട പഞ്ചായത്തിലെ 9-ാം വാർഡിലെ ഓണക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഫാമും. അപ്പോൾ ചേട്ടൻ ഈ ഫാം തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഒരു 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഈ ഫാം ഈ ഫാമിൽ എത്രത്തോളം കുഞ്ഞുങ്ങളുണ്ട്? ഒരു 3500 കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് 2 ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? 2 ഷെഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പം ഇതുപോലെ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അനുമതികൾ അല്ലെ നിയമവശങ്ങൾ എന്താണ് നമുക്ക് പഞ്ചായത്തിൽ നിന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? വശങ്ങൾ ഫാമായിട്ട് തുടങ്ങണമെങ്കിൽ പൊല്യൂഷൻ്റെ പേപ്പർ വേണം. പൊല്യൂഷൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റ് പേപ്പറുകളെല്ലാം ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വേസ്റ്റ് സംസ്കരിക്കാൻ ബയോഗ്യാസ്, മറ്റ് അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ പേപ്പറുകളും പഞ്ചായത്തിൻ്റെ വേണം, ഹെൽത്തിൻ്റെ വേണം, പൊല്യൂഷൻ്റെ വേണം. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ലൈസൻസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം നമുക്കിപ്പം ഈ ലൈസൻസ് ഇല്ലാതെ എത്ര കോഴി വരെ നമുക്ക് വളർത്താൻ കഴിയും? ഇപ്പം സർക്കാർ എന്തോ സൗകര്യം ചെയ്തു കൊടുത്തേക്കണനുസരിച്ച് 1000 കോഴി എന്നിട്ട് കുടുംബശ്രീകൾക്ക് ലൈസൻസ് ഇല്ലാതെ നടത്താമെന്നാണ് പറയുന്നത്. അതൊരു പരിധി വരെ ചെറുകിട കർഷകരെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ലൈസൻസ് എടുക്കണമെങ്കിൽ ഒത്തിരി താമസം, ഒരുപാട് നമ്മൾ ഒത്തിരി നടന്ന് അതിൻ്റെ പേപ്പർ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ രീതിയിൽ സംരംഭം തുടങ്ങണമെങ്കിൽ ഇപ്പോൾ ഇതിന് 3500 കുഞ്ഞുങ്ങളുണ്ട്. ഏകദേശം ഇപ്പോൾ 3000-4000 കുഞ്ഞുങ്ങൾ വളർത്തണമെങ്കിൽ നമുക്ക് എത്രത്തോളം ഏരിയ വേണ്ടി വരും? അതിനൊരു എത്ര സെൻറ്റ് സ്ഥലം വേണ്ടി വരും? സ്ഥലം ഇപ്പോൾ അതിന് മാത്രമായിട്ടാണെങ്കിൽ അതൊരു 10-4000 സ്ക്വയർ ഫീറ്റ് സ്ഥലം കാണുകയുള്ളൂ. അത്ര ഉള്ളൂ. പക്ഷേ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ അടുത്തുള്ള പരിസര വീടുകളൊക്കെ വരുമ്പോൾ ഒരു 1.5 ഏക്കർ സ്ഥലം ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ? അപ്പോൾ മിനിമം ഒരു 50 സെൻറ്റെങ്കിലും വേണ്ടി വരും അല്ലേ? 50 സെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 4000 കുഞ്ഞുങ്ങളൊക്കെ 3500-4000 കുഞ്ഞുങ്ങളൊക്കെ ഇടണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഏക്കറെങ്കിലും വേണ്ടി വരും അല്ലേ? വേണ്ടി. ഇപ്പോൾ 2000 കുഞ്ഞുങ്ങളൊക്കെ വളർത്താനാണെങ്കിൽ നമുക്കൊരു 50 സെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മതിയാവും അല്ലേ? അതിന് സ്ഥലം പിന്നെ ഷെഡിന് ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് മതി. പക്ഷേ മറ്റ് തൊട്ടടുത്ത് വീടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. വരാതിരിക്കണേ നമ്മളതുപോലെ നോക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. ഇനി ചേട്ടന് ചോദിക്കാന്ന് വെച്ചാൽ ഇതിപ്പം നമുക്ക് ഇപ്പം ഈ കുഞ്ഞുങ്ങളെ വാങ്ങി അത് വിരിയിച്ച് കൊടുക്കുക, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ? അല്ല, കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി കൊടുക്കുക. കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി കൊടുക്കുകയാണ്. അപ്പം ഒരു ദിവസം പ്രായമുള്ള എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് അന്ന് തന്നെ നമുക്ക് കൊണ്ടുതരും. ഓക്കെ. അത് പിന്നീട് നമ്മൾ വളർത്തി എത്ര ദിവസം വളർത്തേണ്ടി വരും? 40-45 ഇടയിൽ ദിവസം പ്രായമാകുമ്പോൾ വിൽക്കും. ഓക്കെ. വിൽക്കുകയെന്ന് വെച്ചാൽ തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ റവന്യൂ എന്ന് പറഞ്ഞാൽ കമ്മീഷനാണ് അല്ലേ? വളർത്തി കൊടുക്കുന്നതിനുള്ള കമ്മീഷനാണ് അവർ തരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് തീറ്റ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ അവർ തന്നെ തരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഉള്ളി വളർത്തുകൂലി മാത്രമേ നമ്മുടെ ഭാഗത്തുനിന്നാകുന്നുള്ളൂ അല്ലേ? അതും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് നേട്ടം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൂലിക്കൊരാളെ നിർത്തിയാൽ നമുക്ക് ഒരു നേട്ടം ഉണ്ടാവില്ല. ഷെഡ് പണിത കാശ് നഷ്ടം വരും. ഓക്കെ. മനസ്സിലായി. ഇപ്പോൾ കൂലിക്കൊരാളെ നിർത്തുമ്പോൾ ശരാശരി ഇപ്പോൾ ഒരാൾക്കൊരു 750-800 രൂപ കൂലി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഷെഡ് പണിത നമ്മുടെ കാശ് വേസ്റ്റ് ആവും. അതെ. ഇത് ഒരു പാത്രത്തിൽ തീറ്റ, ഒരു പാത്രത്തിൽ വെള്ളം, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടല്ലേ? ഇത് വെള്ളം അല്ല ആദ്യം കാണുന്നത്, ഇത് തീറ്റ. ഇപ്പോൾ കാണുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങൾ എത്ര ദിവസം പ്രായമുള്ളവയൊക്കെയാണ്? 20 ദിവസം പ്രായമല്ല? 20 ദിവസം കഴിഞ്ഞു.
ഈ തീറ്റ ചാക്കിനൊക്കെ എങ്ങനെയാണ് വിലയൊക്കെ വരുന്നത്? അത് നമുക്കറിയില്ല. അതാ ചാക്കിനിപ്പം പുറത്തെ വിപണിയിൽ എസ്കൈം പോലുള്ള തീറ്റകൾക്ക് 1700-800 രൂപ വരെയൊക്കെ വരുന്നുണ്ട്. ഒരു കിലോ, ഒരു ചാക്ക് എന്ന് പറയുമ്പോൾ എത്ര കിലോ? ഒരു 50 കിലോ, 50 കിലോ. ചേട്ടാ, ഇത് വളർത്തുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പേപ്പർ വിരിച്ച് പേപ്പറിലാണ് ഇത് ഇറക്കുന്നത്, കുഞ്ഞുങ്ങളെ ഇടുന്നത്. അത് കഴിഞ്ഞ് അതിന് നല്ല ശുദ്ധമായ വെള്ളവും അവർ തരുന്ന നല്ല തീറ്റയും കൊടുക്കുക. അത് കൂടാതെ 2 ദിവസം കഴിയുമ്പോൾ പേപ്പറൊക്കെ എടുത്ത് മാറ്റി നല്ല ക്ലിയറായിട്ട് എപ്പോഴും തന്നെ പാത്രം കഴുകി 3 നേരം വെള്ളം കൊടുക്കണം. കുഞ്ഞുങ്ങളിലെ അസുഖമൊന്നും പിടിക്കാതെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും മെഡിസിനുകളുണ്ട്, അത് കൊടുക്കണം. അല്ലാതെ ഇപ്പം നമുക്കിപ്പം അവരെ എങ്ങനെ ഇപ്പം നമുക്കായിരിക്കും നഷ്ടം. ഇപ്പം കുഞ്ഞുങ്ങൾ വന്ന് കൂടുതൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ കിലോ കുറയുമ്പോൾ നമുക്ക് അതിന്റെ കാശ് കുറയും. അല്ല, എന്തെങ്കിലും അസുഖം വന്ന് മരണപ്പെട്ടു പോയാൽ അത് നമ്മൾ അത് അവര് മരിച്ചു പോയതായിട്ട് അവർ കണക്കൂട്ടും. അല്ല, നമുക്ക് നമ്മുടെ ഭാഗത്ത് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്കും അത് ബാധകമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ വെയിറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടെ പോവുകയാണ്. ചേട്ടാ, അപ്പം ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു സംരംഭങ്ങളിലേക്ക് പുതുതായിട്ട് വരുന്നവരോട് എന്തെങ്കിലും പറയാനായിട്ട് ചേട്ടനെ നിർദ്ദേശിക്കാനായിട്ടുണ്ടോ? പുതുതായിട്ട് വരുന്ന എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുകയും അധ്വാനിക്കുകയും ചെയ്താൽ കുഴപ്പം കൂടാതെ ജീവിച്ചു പോകാം. അപ്പോൾ അതാണ്, നല്ല രീതിയിൽ അധ്വാനിക്കണം. നമ്മൾ സ്വന്തമായിട്ട് പണി മുഴുവൻ ചെയ്താലാണ് ഇതിലെന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയുള്ളൂ. അതിപ്പോൾ ഈ ഫാമായാലും പശു ഫാമായാലും മറ്റു ഫാമുകളിലെ എല്ലാത്തിലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഒരു പോൾട്രി ഫാമിൻ്റെ നടത്തിപ്പിനെ പറ്റിയിട്ട് പറഞ്ഞു തന്ന ശ്രീ റജി ചേട്ടന് എന്തായാലും ഈ അവസരത്തിൽ നന്ദി പറയാണ്. വളരെയധികം നന്ദി ശ്രീ റജി ചേട്ടാ. താങ്ക്സ്.